Yet another episode of Flywheel. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിലെ ലക്ഷറി കാർ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്ന BMW ആണ്. BMWന്റെ ഈ ഡോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാനും വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ട് BMWന്റെ ഒരു മോഡൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഇവരുടെ കോമ്പാക്ട് ക്രോസ് ഓവർ SUV ആയ X1 ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. BMWയിലെ ചെന്നൈയിലെ പ്ലാന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന X1ന്റെ 2 ലിറ്റർ ഡീസൽ വേരിയന്റ് ആണ് ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. സോ എൻജോയ് ദ ഡ്രൈവ് ഓഫ് X1. ലാണ് BMW X1 മോഡൽ ലോഞ്ച് ചെയ്തത്. E84 എന്ന കോഡ് നെയിമാണ് ഈ X1 കൊടുത്തിട്ടുള്ളത്. സാധാരണ BMWന്റെ ഏറ്റവും ചെറിയ മോഡലായ 1 സീസണിന്റെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചെന്ന് കരുതിയാൽ അത് തെറ്റി. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്ന BMWന്റെ 3 സീരീസ് ടൂറിംഗ് പ്ലാറ്റ്ഫോം എന്നാണ്. BMW 3 സീരീസ് ടൂറിംഗ് എന്ന് പറഞ്ഞാൽ 3 സീരീസിന്റെ എസ്റ്റേറ്റ് വേർഷൻ. ആ മോഡലിൽ നിന്നാണ് ഈ ഒരു X1 എന്ന മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്രിസ് ബാങ്കിളിന് ശേഷം വന്ന BMWന്റെ ചീഫ് ഡിസൈനറായ അഡ്രിയാൻ വാൻ ഹുഡ്നിക്കിന്റെ എല്ലാ ഡിസൈൻ ട്രീറ്റ്മെന്റും നമുക്ക് X1 വ്യക്തമാണ്. ഇന്നിപ്പോ നമ്മൾ കാണുന്ന എല്ലാ BMW മോഡൽസിലും ഇനി വരാനുള്ള BMW മോഡൽസിലും വരുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിലും ഫോളോ ചെയ്തിട്ടുള്ളത്. കാരണം പുതിയൊരു രീതിയിലാണ് കിഡ്നി ഗ്രിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഫേസി അതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, പിന്നെ ഹുഡിന്റെ ലൈൻസ് ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഡിസൈൻ ട്രെൻഡ് ഹെഡ്ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ ഷേപ്പും കാര്യമെല്ലാം. എന്നാൽ BMWന്റെ ഐഡന്റിറ്റി കൊറോണ റിങ്ങും എല്ലാം തന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഐബ്രോ ഇപ്പൊ സാധാരണ ഏതാ മോഡലും വരുന്നതാണ്, ആ ഐബ്രോ ഇതിൽ കാണാം. എന്നാൽ ഈ ഹൈ എൻഡ് വേരിയന്റിന് വരുന്ന സിനോൺ ലൈറ്റ് അതും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് X1 ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ BMWന് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല്, ഒരു ഫ്രഷ് ലുക്ക് നൽകുന്നുണ്ട്. X1 ആണെങ്കിൽ SUV-നുള്ള വേണ്ട രീതിയിലുള്ള കുറച്ച് എലമെന്റ്സ് കൊടുത്തപ്പോൾ ശരിക്കും ഒരു ക്രോസ് ഓവർ ആയിട്ട് മാറാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ സാധാരണ BMWയിൽ കണ്ടുവരുന്ന കിഡ്നി ഗ്രില്ല് കുറച്ച് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒരു പ്രസൻസ് കിട്ടുന്ന രീതിയിലുള്ള. അതുപോലെ തന്നെ ബമ്പേഴ്സിലും ഒരു നമ്മൾ X5-ലെല്ലാം കണ്ടുവരുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ചുകൂടി റഗഡ് ലുക്കും ഫീലും X1 നൽകുന്നുണ്ട്. X1ന്റെ ഫ്രണ്ടിനേക്കാൾ ഏറെ എനിക്ക് അട്രാക്റ്റീവ് ആയി തോന്നി സൈഡും റിയറും ആണ്. ഒരു SUV-യുടെയും ഒരു സിഡാന്റെയും ഒരു ക്രോസ് ഓവർ ആയി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഡിസൈൻ ലൈൻസ് എല്ലാം തന്നെ ആ ഒരു മാസ്കുലിൻ ഫീനെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിലും കുറെ കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഫ്രണ്ടറിന് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഷോൾഡർ ലൈനെല്ലാം റിയറിൽ ടെയിൽ ലൈറ്റ് വരെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോറിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കട്ടിങ് എല്ലാം തന്നെ ഒരു പുതുമുള്ള രീതിയിലുള്ള. പിന്നെ താഴെ നമ്മൾ ഒരു SUV-യിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്ലാഡിങ്, അത് ബ്ലാക്കും ഒരു സിൽവറും കൂടി കൊടുത്തുകൊണ്ട് അതും ഒരു നല്ലൊരു അട്രാക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ ഏതൊരു BMW X മോഡലിനും നമ്മൾ കണ്ടുവരുന്ന ഒരു ബ്ലാക്ക് ഒരു ലൈൻ, അത് ഫ്രണ്ടിൽ നിന്ന് ഒരു വീലാർച്ച് മുതൽ തുടങ്ങി താഴെ റണ്ണിംഗ് ബോർഡിൽ വന്നിട്ട് റിയർ വീലാർച്ചും ബമ്പറിലും ചേർന്ന രീതിയിലുള്ളത് അതും ഇതിൽ കാണാൻ പറ്റും. സോ ഓൾ ദ X1 അല്ലെങ്കിൽ X എന്നുള്ള മോഡലിലുള്ള ഓൾ ദ ട്രീറ്റ്മെന്റ്സ് ആർ സീൻ ഇൻ ദിസ് X1 ഓൾസോ. പിന്നെ വന്നിരിക്കുന്ന റൂഫ് റെയിലാണ്. റൂഫ് റെയിലിന്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കൊടുത്തെങ്കിലും അതൊരു പേർപ്പസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന രീതിയിലല്ല. കാരണം സാധാരണ നമ്മൾ റൂഫ് റെയിൽ കണ്ടാൽ ഒരു ഹോൾ ഉണ്ടാവും, എന്നാൽ ഇത് ഹോൾ ഇല്ലാതെ തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ മേലെ സെപ്പറേറ്റ് ആയിട്ട് BMWന്റെ ആക്സസറീസിൽ വരുന്ന റൂഫ് റെയിൽസ് ഘടിപ്പിക്കാവുന്ന കാരിയേഴ്സ് എല്ലാം ഉണ്ട്. അത് മാത്രം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. പിന്നെ ഒരു X മോഡലിൽ കാണുന്ന വലിയൊരു മിറർ അതും X1 കാണുന്നുണ്ട്. സോ സൈഡ് പ്രൊഫൈൽ വൈസ് നമുക്കൊരു ശരിയായ ക്രോസ് ഓവർ ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് X1 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റിയർ എൻഡിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു ഫീൽ കിട്ടുന്ന 5 സീരീസിന്റെ GT മോഡലും X5 മിക്സ് ചെയ്ത രീതിയിലാണ്. കാരണം അത്രയും ഒരു സ്ലോപ്പ് ഉള്ള ഒരു പോർഷനാണ് ഗ്ലാസ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ വരുന്ന കട്ടിങ്ങും ആ ഒരു 5 സീരീസിന്റെ GT-ലും X5-ലും മിക്സ് ചെയ്ത രീതിയിലുള്ള. എന്നാൽ ഈ ഒരു ടെയിൽ ലൈറ്റിന്റെ ട്രീറ്റ്മെന്റ് ഇവന്തോ ഒരു എൽ ഷേപ്പ് ഉണ്ടെങ്കിലും സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഒരു പുതിയ രീതിയിലാണ്. അതിന് കൊടുത്തിരിക്കുന്ന കട്ടിങ് എല്ലാം തന്നെ അവിടെ നല്ലൊരു ക്യാരക്ടർ ഫീൽ ലഭിക്കുന്ന രീതിയിലുള്ള. പിന്നെ വലിയൊരു ബമ്പേഴ്സും റിയറിൽ കൊടുത്തിട്ടുണ്ട്. അതിനും ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന കണ്ടിന്യൂ ചെയ്ത് വരുന്ന ആ ബ്ലാക്ക് പോർഷനും കാണാം നമുക്ക്. അതിന്റെ അടിയിലായിട്ട് ഒരു അലൂമിനിയം ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലാണ് എക്സ്പോസ് ആയിട്ട് ടെയിൽ പൈപ്പ് ഉള്ളത്, അത് ഓവൽ ഷേപ്പിലുള്ള. സോ ഓൾ ടുഗദർ ഒരു ക്രോസ് ഓവർ SUV എന്നുള്ള രീതിയിൽ SAV എന്നാണ് BMW പറയുന്നത്. കാരണം അവരെല്ലാം തന്നെ SAV, അതായത് സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ ലഭിക്കുന്ന രീതിയിൽ തന്നെ ഡിസൈനേഴ്സിന് X1 അണിയിച്ചൊരുക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ബീൻ വെരി സക്സസ്ഫുൾ. ഒരു അട്രാക്റ്റീവ് വെഹിക്കിൾ ആയിട്ട് തന്നെ BMW X1 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ദിസ് ഈസ് വാട്ട് BMW കോൾ പഞ്ചർ കിറ്റ്. കാരണം ഇന്നിപ്പോൾ BMW ഏത് മോഡലും വരുന്നത് റൺ ഫ്ലാറ്റ് ടയറാണ്. അതുകൊണ്ട് തന്നെ റൺ ഫ്ലാറ്റ് ടയർ എനി കണ്ടീഷൻ നമ്മൾ പഞ്ചർ ആയാൽ 200 കിലോമീറ്റേഴ്സ് വരെ പോകുന്നു പറയുന്ന നെക്സ്റ്റ് സർവീസ് സെന്ററിൽ പോയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരമായിട്ട് സ്റ്റെപ്പിനി കൊടുക്കുന്നില്ല. പക്ഷെ കൊടുക്കുന്നത് ഈ ഒരു പഞ്ചർ കിറ്റാണ്. ഈ പഞ്ചർ കിറ്റ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരു റോഡ് സൈഡിലെല്ലാം കുടുങ്ങിയാൽ അത് എന്താണോ പഞ്ചറിന്റെ റീസൺ എന്ന് വെച്ചാൽ അതെല്ലാം റെക്ടിഫൈ ചെയ്യാനും കാറ്റ് നിറയ്ക്കാനുള്ള ഒരു കിറ്റാണിത്. അത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം സ്റ്റെപ്പിനിന്റെ പ്ലേസ് BMW ഒഴിവായാലും നമുക്കിവിടെ എക്സ്ട്രാ ബൂട്ട് സ്പേസ് കിട്ടുന്നില്ല. കാരണം അത്രയും സ്പേസിലെല്ലാം തന്നെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത്. ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ബൂട്ട് സ്പേസ് വന്നത്. എന്നാൽ ഒരു 430 ലിറ്റർ ആണ് ഇപ്പോൾ സാധാരണ ഒരു ബൂട്ട് സ്പേസ് എങ്കിലും സെക്കൻഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1350 ലിറ്റേഴ്സ് വരെ ആയിട്ട് ബൂട്ട് സ്പേസ് കൂടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അധികം സാധനങ്ങൾ വാങ്ങി 2 പാസഞ്ചർ ഉള്ളെങ്കിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലഗേജ് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് ഉള്ളത്. BMW ഏറ്റവും അട്രാക്റ്റീവ് പാർട്ടാണ് അതിന്റെ വീൽസ്. മുമ്പ് പല മോഡൽസിന്റെ ടെസ്റ്റ് ഡ്രൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായ വീൽസിന്റെ ഡിസൈനിനെ കുറിച്ച്. കാരണം അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് BMW സാധാരണ വീൽസിന് കൊടുക്കാറില്ല. X1 കേസിലും അത് വ്യത്യസ്തമല്ല. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന 5 ട്വിൻ സ്പോക്ക് അലോയ്സും 17 ഇഞ്ച് അലോയ് ആണ്. അതും തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്ന 255-50 റബ്ബേഴ്സ് ആണ്. ഒരു സാധാരണ ഒരു ഓൺ റോഡ് പെർഫോമൻസ് ആണ് കൂടുതൽ X1 എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓൺ റോഡ് ത്രെഡ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ ഈവൻ ദോ റൺ ഫ്ലാറ്റ് ആണെങ്കിലും കുറച്ച് പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് വലിയൊരു ഡാംനെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.